എന്തെങ്കിലും തജ്വീദിലെ ഡൗട്ട് ഉണ്ടോ? അവിടെ നിർത്താതെ പോലാണ് ഉത്തമം. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്താലും അവിടെ പ്രശ്നമില്ല. കാരണം ഒരാശയം അവിടെ പൂർത്തിയാകുന്നുണ്ട്. ഒരു ആശയം പൂർത്തിയാവുന്നിടത്തൊക്കെ സ്റ്റോപ്പ് ചെയ്യാന്നാ. അവിടെ അടയാളം ഇല്ലെങ്കിലും. വേറെന്താ? നിർത്താതെ പോലാണ് നല്ലത്. അവിടെ ഫഇല്ലം തജിദു ഫീഹ ഹദം ഫലാ തദ്ഖുലൂഹാന. പിന്നെ വേറെന്തെങ്കിലും അർത്ഥം പറഞ്ഞോളി. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, വിശ്വസിച്ച കൂട്ടരെ, ലാ തദ്ഖുലു ബുയൂതൻ, ലാ തദ്ഖുലൂന നിങ്ങൾ പ്രവേശിക്കരുത്, കടക്കരുത്, ബുയൂതൻ വീടുകളിൽ, വൈറ ബുയൂത്തിക്കും നിങ്ങളുടെ വീടല്ലാത്ത വീടുകളിൽ, ഹത്താ തസ്തഇനിസു നിങ്ങൾ ഫീഹ അഹദൻ ഇനി ആ വീടിൽ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ, അഹദൻ ഒരാളെയും, ഫലാ തദ്ഖുലൂഹ ആ വീട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത്, ഹത്താ യുഅ്ദന ലക്കും നിങ്ങൾക്ക് അനുവാദം അല്ലെങ്കിൽ സമ്മതം ലഭിക്കുന്നതുവരെ, ഫഇൻ ഖീല ലക്കും ഇനി നിങ്ങളോട് പറയപ്പെട്ടാൽ, ഇർജിഉ നിങ്ങൾ തിരിച്ചു പോകണം അല്ലെങ്കിൽ മടങ്ങിപ്പോകണം എന്ന് പറയപ്പെട്ടാൽ, ഫർജിഉ നിങ്ങൾ മടങ്ങിപ്പോകണം, ഹുവ അസ്കാ ലക്കും ആരാൻ്റെ പുരയ്ക്ക് കയറുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതി. നമ്മളെ തനതായ ശൈലിയിൽ ആരാൻ്റെ പുരയ്ക്ക് കയറുമ്പോൾ എന്ത് ചെയ്യണം? സമ്മതം ചോദിക്കുകയും സലാം പറയുകയും വേണം. അതാണ് നിങ്ങൾക്ക് ഉത്തമം. പിന്നെ ഇനി അവിടെ ആരും കണ്ടില്ല എങ്കിലോ അവിടേക്ക് പ്രവേശിക്കാൻ പാടില്ല, സമ്മതം ലഭിക്കുന്നത് വരെ. ഇനി തിരിച്ചു വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുന്നൂറിൽ എന്താപ്പത് നമ്മൾ പറയല്ലേ നാട്ടിൽ എന്താ പറയല്ലേ, എന്തും കൂട്ടിക്കെട്ടിയല്ലെന്ന് പറയല് സാധേ പാന്തും ഒലക്കും ഒലക്കും പാന്തും ഏച്ചൂട്ടിയോലെ എന്നൊക്കെ പറയില്ലേ. എന്താപ്പത് തമ്മിലുള്ള ബന്ധം? ആദ്യം നമ്മൾ എന്തേ പറഞ്ഞേ? ഈ സൂറത്ത് തുടങ്ങിയപ്പം സൂറത്തുൻ അൻസൽനാഹാ വ ഫറദ്നാഹാ വ അൻസൽനാ ഫീഹാ ആയാത്തിൻ ബയ്യിനാത്തിൻ ലഅല്ലക്കും തദക്കറൂൻ എന്നിട്ട് എന്തേ പറഞ്ഞേ? അസ്സാനിയത്തു വസ്സാനി. അപ്പം നമ്മളെ വിഷയം അവിടെ തുടക്കം എന്തേനു? വ്യഭിചാരത്തെ പറ്റിയാണ് അല്ലേ? അല്ലാഹ് ആ ഒരു കാര്യത്തിലേക്കാണ് ഈ ആയത്തുകളൊക്കെ ബന്ധിപ്പിക്കുന്നത്. എങ്ങനെ ബന്ധം? സമ്മതമില്ലാതെ ഒരു വീട്ടിലേക്ക് വരുമ്പം അവിടെ ഉണ്ടാകുന്ന സംഗതി എന്താ? ഒരു ഒഴിഞ്ഞിരിക്കലുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ ആ വീട്ടുകാർ പേടിക്കും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യഭിചാരം എന്ന് പറയുന്ന ആ മഹാപാപമാകുന്ന ആ കുറ്റകൃത്യം, അതിനുള്ള മുൻകരുതലെടുക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഒരു മുൻകരുതലാണ് അല്ലേ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹായുടെ പേരിൽ, സഫ്വാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ പേരിൽ ആളുകൾ, ആ കാലഘട്ടത്തെ ആളുകൾ ഈ ആരോപണം പറയാനുള്ള കാരണം എന്താ? എന്തുകൊണ്ട് ഇവർ ആരോപണം പറഞ്ഞ്, അല്ലെങ്കിൽ ആ ആരോപണത്തിന് അവർ പിന്നെ മുനാഫിക്കുകളും അവിടുത്തെ കള്ളവാദികളും ഒക്കെ ഇങ്ങനെ ഒരു ആരോപണം പറയാനുള്ള അവരെ പ്രേരിപ്പിച്ച സംഗതി എന്താ? അവർ രണ്ടാളും ഒഴിഞ്ഞിരുന്നതാ, ഖൽവത്താ, ഒറ്റയ്ക്കിരുന്നതാ, ഏകാന്തതയാണ് അല്ലേ? ആണും പെണ്ണും ആയിഷ ബീവിയും സഫ്വാനും ഒറ്റക്കായി എന്നുള്ളതാണ്.
അപ്പം ആ ഒഴിഞ്ഞിരുന്നപ്പോഴാണ് ഓലെ മനസ്സിൽ പിശാചു എന്നിങ്ങനെ പറയാൻ അവരെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ സമൂഹമേ, ലോകമേ, നിങ്ങളും ഇതേപോലുള്ള കെണിയിൽ പോയി ആളുകൾ ഇങ്ങനെ പറയും. ഈ വീട്ടിലേക്ക് നിങ്ങൾ പിന്നെ ആരാൻ്റെ വീട്ടിലേക്കാട് കയറി ചെല്ലുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കാതെ അവിടെ കയറി ചെന്നാൽ എന്തുണ്ടാവും? ആളുകൾ ചിലപ്പോൾ നിങ്ങളെ പേരിലും ഇതേപോലുള്ള അപരാധങ്ങൾ പറയാൻ കാരണമാകും. 1. 2, ഈ വീട്ടിലുള്ള ആളുകൾ ചിലപ്പോൾ അറിയാത്തവരാണെങ്കിൽ എന്തുണ്ടാവും? ഭയപ്പാടുണ്ടാവും, പേടിയുണ്ടാവും, അല്ലേ? പേടിയുണ്ടാകുമ്പോൾ അവർ കക്കാൻ വേണ്ടി വന്നാണെന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ സംഭവിക്കാം. പിന്നെയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. കുറ്റകൃത്യങ്ങൾ ചെയ്യാതെ തന്നെ കുറ്റകൃത്യങ്ങളുടെ പേരിൽ ഇവരെ പോലീസ് പിടിച്ചു കൊണ്ടുപോയേക്കാം. അപ്പോൾ നോക്കി നിങ്ങൾ ഈ ഖൽവത്ത് അപ്പോൾ നമുക്ക് എന്താ ഇപ്പോൾ വീട്ടിലേക്കാട് ചെല്ലുമ്പോൾ പിന്നെ അസ്സലാമു അലൈക്കും പറഞ്ഞില്ലെങ്കിൽ ഇപ്പം എന്താ അത്ര ഗൗരവമുള്ളതാ? അപ്പോൾ അത്ര ഗൗരവമുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനു അള്ളാഹു തുടങ്ങിയതെന്താ? സത്യവിശ്വാസികളെ എന്നുള്ളതാണ്. ആ സത്യവിശ്വാസികളെ എന്നതിൽ ആരൊക്കെ പെടും? ആണും പെണ്ണും ഒക്കെ പെടും. ഇത് അവതരിക്കാനുള്ളൊരു ഹേതുണ്ട്, അവതരണ ഹേതു. എന്താണത്? ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ചെന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നി അക്കൂനു ഫി ബൈത്തി അലൽ ഹാല. ഞാൻ എൻ്റെ വീട്ടിലൊരവസ്ഥയിലാണ്. ആ അവസ്ഥ ഒരാൾ കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നേയില്ല. ലാ ഉഹിബ്ബു അൻ യറാനി അലൈഹ അഹദുൻ. ഒരാളും കാണാൻ ഇഷ്ടപ്പെടാത്തൊരവസ്ഥയിലാണ് ഞാൻ എൻ്റെ വീട്ടിൽ. എത്രത്തോളം എന്ന് വെച്ചാൽ ലാ വാലിദുൻ വലാ വലതുൻ. എൻ്റെ കുട്ടികളും എൻ്റെ പിതാവും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഫയത്തീനി ആത്തിൻ. അങ്ങനെ നിൽക്കുമ്പോൾ ഒരാളിൻ്റെ അടുത്തേക്ക് വന്നു. ഫയദ്ഖുലു അലൈഹ. അയാൾ എൻ്റെ അടുത്തേക്ക് കടന്നിട്ട് വന്നു. ഫക്കൈഫാസിനു. ഞാൻ എന്ത് ചെയ്യും റസൂലേ എന്ന് ചോദിച്ചപ്പോഴാണ് എന്നത് ഈ ആയത്ത് അവതരിപ്പിക്കുന്നത് എന്ന് ഇമാം തബ്രിയുടെ തഫ്സീറിൽ വിശദീകരിക്കുന്നത് കാണാം. അപ്പോഴാണ് ഇത് പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു. എന്തിനാ ഇപ്പോൾ ഈ അവതരണ ഹേതു പറയുന്നത്? ഇങ്ങനെയുള്ളൊരവസ്ഥ ചിലപ്പോൾ നമുക്കൊക്കെ ഉണ്ടാവും. അപ്പം അത്തരം രംഗത്ത് ശ്രദ്ധിക്കാനാണെന്ത് യാ അയ്യുഹല്ലദീന ആമനു എന്ന് അള്ളാഹു തആല അവിടെ തുടക്കം തന്നെ പറഞ്ഞത്. അപ്പം അള്ളാഹു വിശ്വാസികളെ മാത്രം വിളിച്ചിങ്ങനെ പറയാൻ കാരണം എന്താ? ശേഷം പറയാൻ പോകുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പിൻപറ്റാൻ, അത് ജീവിതത്തിൽ പകർത്താൻ, അള്ളാഹുവിൻ്റെ ആഹ്വാനങ്ങൾ സ്വീകരിക്കാൻ ഏറ്റവും കടപ്പെട്ടതാരാ? വിശ്വാസികളാണ്. മറ്റുള്ള ജനങ്ങളെക്കാൾ വിശ്വസിച്ച ആളുകളാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകളും അള്ളാഹുവിൻ്റെ ആദാബുകളും ഒക്കെ സ്വീകരിക്കാൻ അർഹപ്പെട്ട്. അതുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനു എന്ന് അള്ളാഹു തആല തുടങ്ങിയിട്ടുള്ളത്. ഇനി പറയാം യാ അയ്യുഹല്ലദീന ആമനു. എന്നിട്ട് എന്താ പറയണത്? ലാ തദ്ഖുലു. എന്താ അള്ളാഹു പഠിപ്പിക്കണ അദബ്? എന്താ? സമ്മതം ചോദിക്കണം. വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സമ്മതം ചോദിക്കണം എന്ന ആദാബ് പഠിപ്പിക്കണമല്ലോ. അതിന് അള്ളാഹു ഉപയോഗിച്ച പദം ലാ തദ്ഖുലു ബുയൂത്തൻ. വീടുകളിൽ നിങ്ങൾ പ്രവേശിക്കരുത്. അവിടെ വൈറ ബുയൂത്തിക്കും. അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹു ഉപയോഗിച്ചത് എന്താ? ബുയൂത്തൻ. എന്താ ഈ ബുയൂത്തൻ എന്ന് പറഞ്ഞാൽ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ. അൽ ബൈത്ത്, ബൈത്ത് എന്താ വ്യത്യാസം? ലാ തദ്ഖുലു അൽ ബുയൂത്ത എന്നല്ല പറഞ്ഞത്, മറിച്ച് എന്താ പറഞ്ഞത്? ബൈത്തൻ അല്ലെങ്കിൽ ബുയൂത്തൻ. ബൈത്തുൻ എന്നതിൻ്റെ പ്ലൂരലാണ്, ബഹുവചനമാണ് ഇത് ബുയൂത്തൻ. എന്താ അത് പറയാൻ കാരണം? ഇതിനെന്താ അറബി ഭാഷയെ പറയാ? അലിഫ്ലാമുള്ള ആ പദത്തിന് എന്താ പറയണേ? മഅരിഫ എന്ന് പറയും, അല്ലേ? എന്താ പറയാ? മഅരിഫ. ഈ ബൈത്തൻ എന്നാണെങ്കിലോ നെക്കിറ. അപ്പം ബുയൂത്തന്നിൽ എന്തായിട്ടാണ് ഉപയോഗിച്ചത്? നെക്കിറായിട്ടാണ്. എന്തിനാണ് നെക്കിറ ഉപയോഗിക്കുന്നത്? നമ്മളിപ്പം മഅരിഫ നെക്കിറ ഒക്കെ നമുക്കറിയാം. പക്ഷേ എന്തിനാണ് അല്ലാഹു തആല ഒരു കൽപ്പന പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അരുതായ്മ പറഞ്ഞിട്ടോ നഫി പറഞ്ഞിട്ടോ അവിടെ നെക്കിറ ഉപയോഗിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണ്? അതാണ് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനുള്ള ഒരു പാഠം. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നഫി അല്ലെങ്കിൽ നഹിൻ്റെ ശേഷം ലാ തദ്ഖുലു എന്ന് പറഞ്ഞാൽ
നിങ്ങൾ കടക്കരുത്, പ്രവേശിക്കരുത് എന്ന് നഹിയാണല്ലോ ഉപയോഗിച്ചത്. അരുത് എന്നൊരു ഓർഡർ അല്ലേ? അതിന് ശേഷമാണ് അല്ലാഹു തആല എന്ത് പറഞ്ഞത്? ബുയൂത്തൻ എന്ന നക്കിറ പറയണത്. അപ്പം അതിലൊരു ഉദ്ദേശമുണ്ട്. നിങ്ങൾ ഒരു വീട്ടിലും പ്രവേശിക്കാൻ പാടില്ല. ചിലപ്പോൾ സംശയം വരും നമുക്ക്, എൻ്റെ എളാപ്പാൻ്റെ വീടല്ലത്, എൻ്റെ വല്യാപ്പാൻ്റെ വീടല്ലത്, എൻ്റെ മകളെ വീടല്ലത്, എൻ്റെ പിതൃവ്യൻ്റെ വീടല്ലത്, എൻ്റെ പെങ്ങളെ വീടല്ലത്, എൻ്റെ കുട്ടീൻ്റെ വീടല്ലത് എന്നൊക്കെ അങ്ങോട്ട് കടന്നൂടെ എന്ന് സംശയം വരും. അതിനാണ് ബുയൂത്തൻ അയ്യ ബൈത്തിന്ന നെക്കിറയായി ഉപയോഗിക്കുമ്പോൾ ഒരു വീടും എല്ലാത്തിനെയും ഉൾക്കൊള്ളിക്കാനാണ് എന്തുപയോഗിക്കുന്നത്? നെക്കിറ. നേരെ മറിച്ച് അൽ ബൈത്ത അല്ലെങ്കിൽ അൽ ബുയൂത്ത എന്നാണ് പറഞ്ഞതെങ്കിൽ ആ പ്രത്യേക വീടുകളെ ഉണ്ടാവുള്ളൂ. നമ്മൾ കാൽക്കുലേഷൻ ചെയ്യണ, നമ്മൾ കണക്കാക്കുന്ന ആ വീട് മനസ്സിലാണ്ട് നിങ്ങൾക്ക് അതിൻ്റെ സൂത്രം. അപ്പോൾ ആ വീട്ടിലേക്ക് കടക്കരുത് എന്നല്ല പറഞ്ഞത്, മറിച്ച് ബുയൂത്തൻ ഒരു വീട്ടിലേക്കും എന്ന് കാണിക്കാനാണ് എന്ത് പ്രയോഗം ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങളുടെ മനസ്സിൽ സേവ് ചെയ്യേണ്ട ഒരു സംഗതി, നഹിയുടെ ശേഷം അല്ലെങ്കിൽ നഫിയുടെ ശേഷം നക്കിറ ഉപയോഗിച്ചാൽ അവിടെ എന്തായി? അത് ഷാമിലിൻ്റെ അർത്ഥം എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. വീടുകളിൽ നിന്നുള്ള ഒരു വീടും ഒഴിവില്ല എന്ന് കാണിക്കാനാണ് ലാ തദ്ഖുലൂ ബുയൂത്തൻ. ആലോചിക്കുക നിങ്ങൾ ആ ഖുർആനിൻ്റെ. നമ്മൾ വിചാരിക്കും എന്തിനാ അപ്പോൾ വെറുതെ ആ തൻവീൻ കൊണ്ടുവന്നാണ് അല്ലേ? ഈ തൻവീൻ ഉണ്ടായാൽ തന്നെ എന്താ അർത്ഥം? എന്തിനാ തൻവീൻ കൊടുക്കുന്നത്? തെൻ ഗ്രാമർ അല്ലാതെ നമ്മൾ ഒരു കാര്യം പഠിക്കേണ്ടത്. തെൻ അവിടെ പറഞ്ഞത് അതിന് മഫൂലായിട്ടാണ്. അതല്ലാതെ ഒരു കാര്യമുണ്ട്. ഈ തൻവീൻ എന്തിനാ ഉപയോഗിക്കുള്ളൂ? നെക്കിറക്കെ ഉണ്ടാവുള്ളൂ. അറബി പഠിച്ചവർക്കറിയാം. മാരിഫ തൻവീൻ സ്വീകരിക്കോ? അൽ ബൈത്തു എന്ന് പറഞ്ഞിട്ട് അവിടെ തുന്നറിയോ? ഇല്ല. തുന്നറിയോ? ഈ അലിഫിലാം ഇല്ലാത്തപ്പോഴേ എന്ത് പറയുള്ളൂ? തുൻ തൻ തിൻ. അലിഫിലാം ഉണ്ടാകുമ്പം തു, തൻവീൻ സ്വീകരിക്കില്ല. അപ്പം തൻവീൻ സ്വീകരിക്കുക എന്നത് ഏതിൻ്റെ പ്രത്യേകതയാണ്? നെക്കിറയുടെ പ്രത്യേകതയാണ്. അപ്പോൾ എന്തിനാപ്പം ഞാൻ പറഞ്ഞത്? വീടുകളിൽപ്പെട്ട എല്ലാ വീടുകളും എന്നത് ഉൾക്കൊള്ളാനാണ് ആ നെക്കിറയുടെ പ്രയോഗം അള്ളാഹു അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അത് നബിൻ്റെ കാലത്ത് മാത്രമല്ലേ? അല്ല. അല്ലെങ്കിൽ ആ മക്കത്ത് മാത്രമല്ലേ? ഇല്ല. അതാണ് നെക്കിറയുടെ പ്രയോഗം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അള്ളാൻ്റെ ഒരു വാക്ക്, ആ വാക്കിലടങ്ങണ ആശയത്തിൻ്റെ ആയാണ് ഞാൻ പഠിപ്പിക്കണത്. മനസ്സിലായോ? അല്ലെങ്കിൽ ഏതെങ്കിലും എളാപ്പാൻ്റെ വീട്ടിക്കോ അമ്മോൻ്റെ വീട്ടിക്കോ എന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ കയറും. നമ്മളെ സ്ഥിതി അങ്ങനെ തന്നെയാണ് കേട്ടോ, വേറെ കാര്യം. പക്ഷേ ഖുർആനിൻ്റെ കൽപ്പന എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസം എന്ന കരാറ് ചെയ്ത വിശ്വാസികളെ, ആണാവട്ടെ പെണ്ണാവട്ടെ, ഏത് കാലഘട്ടത്തും ജീവിക്കുന്ന ആളുകളാവട്ടെ, ഏത് സ്ഥലത്ത് ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളാവട്ടെ, നിങ്ങൾ വിശ്വാസികളാണോ? ലാ തദ്ഖുലൂ ബുയൂത്തക്കും, ലാ തദ്ഖുലൂ ബുയൂത്തൻ ഗൈറ ബുയൂത്തിക്കും, നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല. എന്തിനാ ഗൈറ ബുയൂത്തിക്കും എന്ന് പറഞ്ഞത്? അതൊന്ന് മുറിച്ചു നോക്കിയാൽ നിങ്ങൾ ആ പദം. ബുയൂത്തൻ പിന്നെ പറയാം ഗൈറ ബുയൂത്തിക്കും എന്ന് പറഞ്ഞാൽ എന്താ? ഇതെന്താ? കലമി, എൻ്റെ പേന അല്ലേ? എൻ്റെ പേന. അപ്പം നിങ്ങളുടെ അല്ലാന്ന് എങ്ങനെ പറയാ? കൊലമി. പിന്നെ നിങ്ങളുടെ അല്ലാന്ന് എങ്ങനെ പറയാ? ലൈസ ഹാദാ ലക്കും, ഇത് നിങ്ങൾക്കുള്ളതല്ല, നിങ്ങളുടേതല്ല എന്നല്ലേ? അതേ പ്രയോഗം തന്നെയാണ് ഗൈറ എന്ന് പറഞ്ഞത്. ബുയൂത്തൻ വീടുകളിൽ, ഗൈറ അതല്ല. നിങ്ങളുടെ വീടല്ല. അങ്ങനെ ചിന്തിച്ചു നോക്കി. വീടുകളിൽ പ്രവേശിക്കരുത്, അത് നിങ്ങളെ വീടല്ല. അപ്പം അത് നിലയിനവിടെ പദല്ല. അതുകൊണ്ടാണ് എന്ത് അവിടെ ഇലാഫത്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടി ആലോചിച്ചു. ലാ തദ്ഖുലൂ ബുയൂത്തൻ ഗൈറ ബുയൂത്തിക്കും. ശരിക്കും നിങ്ങളെ വീടല്ല അത്. അല്ലാത്ത വീടിൽ എന്ത് ചെയ്യരുത്? നിങ്ങൾ കടന്ന് ചെല്ലരുത്. എന്നിട്ട് പറയാ ഹത്താ തസ്തഇനിസു. ഹത്ത എന്ന് പറഞ്ഞാൽ എന്താ? ലഭിക്കണത് വരെ, അല്ലെങ്കിൽ അല്ലാതെ എന്നർത്ഥമുണ്ട് കേട്ടോ. തസ്തഇനിസു എന്താ? ഇസ്തിഗ്നാസ് എന്ന് പറയുന്നത് ഇസ്തഇനസ എന്ന് നമ്മൾ മലയാള ഭാഷാന്തരം ചെയ്തപ്പോഴൊക്കെ പറഞ്ഞ അർത്ഥം എന്താ?
സമ്മതം ചോദിക്കുക എന്നാണ്. ആ ഉദ്ദേശാർത്ഥ. ഇനി നോക്കിക്കോളിട്ടോ, ഇസ്തിനാസിന് എന്തൊക്കെയാണ് അറബി ഭാഷയിൽ അർത്ഥമുള്ളത്? ഇസ്തിനാസ് പറഞ്ഞാൽ എന്താ? അനീസൊക്കെ പേരിട്ടില്ല നിങ്ങൾ? ഈ പദം ഉണ്ടാവുന്നത് ഇസ്തിനാസ് എന്നതാണ്. എന്താ ഇസ്തിനാസ് പറഞ്ഞാൽ? ഉൻസത്ത് തേടുന്ന. ഇസ്തഫ് അല ബാബിനൊരു പ്രത്യേകത ഉണ്ട്. ഇസ്തഫ് അല ബാബിന് ഒരു പ്രത്യേകത ഉണ്ട്. ഒരാവശ്യം, ഒരു കാര്യം തേടുക, റിക്വസ്റ്റ് ചെയ്യുക, ആവശ്യപ്പെടുക എന്നൊക്കെ അർത്ഥം ഉണ്ടാവും. ഇത് ഇസ്തഫ് അല ബാബാകുമ്പോൾ. അതേപോലെ ഇസ്തഇനസ, ഉൻസത്ത് തേടുന്ന ശരിക്കർത്ഥം. അപ്പോൾ എങ്ങനെ പിന്നെ സമ്മതം ഉണ്ടാവുക എന്നർത്ഥം? ഒരർത്ഥം ഇസ്തിനാസിന് അറബിയിലുള്ള ഒരർത്ഥം ഒന്ന് അൽ ഇൽമുന. ഒരർത്ഥം എന്താണ്? അൽ ഇൽമ. ഇൽമ അറിയുന്നെന്താ? അലിമാറിനെന്താ അറിയാം. അപ്പം ഹത്താ തെസ്തൈനിസു പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അപ്പം എന്തായി? നിങ്ങൾ അറിയുന്നത് വരെ ഒരർത്ഥം. അതിനെന്താ തെളിവ്? ഇൽമ് അതിന് അർത്ഥം ഉണ്ട് എന്നുള്ളതിനെന്താ തെളിവ്? വിശുദ്ധ ഖുർആനിൽ എന്ത് കാണാം? യത്തീം കുട്ടികളുടെ സമ്പത്ത് പിന്നെ സൂക്ഷിക്കുന്നതിനെ പറ്റി സൂറത്തു നിസായിൽ കുറേ വിവരിക്കുന്നുണ്ട്. അതിൽ 6-ാമത്തെ വചനത്തിൽ ഇങ്ങനെ കാണാം, വബ്തലുൽ യതാമ, യത്തീമുകളെ നിങ്ങൾ പിന്നെ പരിശോധിക്കണം. ഹത്താ ബലഗുൻ നിക്കാഹ്, അവർക്ക് പിന്നെ വിവാഹപ്രായമെത്തിയാൽ ഫഇൻ ആനസ്തും മിൻഹും റുഷ്ദൻ, നിങ്ങൾ അവരിൽ കാര്യബോധം കണ്ടാൽ അല്ലെങ്കിൽ അറിഞ്ഞാൽ. ആനസ ആണ് പ്രയോഗമാണ് അവിടെ ഒപ്പിച്ച്. ഈ ആനസ, ഇസ്തിനാസി എന്നൊക്കെ പറയുന്നത് ഒരേ വേരിൽ നിന്ന് ഉത്ഭവിക്കണ പദ. അവിടെ കണ്ടു എന്നൊരർത്ഥം തഫ്സീറിലുണ്ട്, മറ്റൊന്ന് അറിഞ്ഞു എന്നർത്ഥമുണ്ട്. അപ്പോൾ അറിയുക എന്ന ഏതിനർത്ഥമുണ്ട്? ഉൻസ്, ഇസ്തഇനസ എന്ന് പറയുന്നതിന് അർത്ഥം പറയുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താവും? ഹത്താ തസ്തഇനിസു, നിങ്ങൾ മനസ്സിലാക്കുന്നത് വരെ, അറിയുന്നത് വരെ എന്നർത്ഥം. രണ്ടാമത്തത് സമ്മതം ചോദിക്കുക എന്നുള്ളത്. സമ്മതം ചോദിക്കുക, അതാണ് ഇപ്പോൾ നമ്മളെ തഫ്സീറുകളിലൊക്കെ കൊടുത്തത്. എന്താ ഈ സമ്മതം ചോദിക്കുക? എങ്ങനെയാണ് ഇത് വരുന്നത്? നമ്മളിപ്പോൾ ഒരാളോട് ഞാനങ്ങോട്ട് കടക്കട്ടെ എന്ന് സമ്മതം ചോദിക്കുമ്പോൾ അതിലെന്തുണ്ടാവും? ഞാൻ ഇപ്പോൾ ഇയാളെ കണ്ടു, ഇയാളോട് ഞങ്ങളുടെ അടുത്തേക്ക് വരട്ടെ, ഇന്ന് പിന്നെ രാത്രി അന്തി ഉറങ്ങാം എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ എനിക്കെന്തുണ്ടാവും? നിങ്ങളെ കാണുമ്പോൾ ഫ്രണ്ടാണ് എന്നുള്ള നിലയ്ക്ക് എന്തുണ്ടാവും? എൻ്റെ മനസ്സിനൊരു ഇണക്കവും ഒരു സന്തോഷവും ഉണ്ടാവും, അല്ലേ? അപ്പം ആ കാണുമ്പോഴും സമ്മതം ചോദിക്കുമ്പോഴും 2 രൂപത്തിലുള്ള ഇണക്കം എനിക്ക് ലഭിക്കുന്നുണ്ട്. ആ അർത്ഥത്തിനാണ് എന്ത് ഉപയോഗിച്ചത്? ഇസ്തിനാസ് എന്ന പദം ഉപയോഗിക്കണം. അപ്പം സമ്മതം ചോദിക്കുക എന്നുള്ളത് ഇസ്തിനാത്തിൻ്റെ അതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നതാ. സമ്മതം ചോദിക്കലെന്താ? അതിൻ്റെ ഇസ്തിനാത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാവണം, അതിൻ്റെ സമറത്താണ് എന്നാണ് പറയും. ഒരാളിപ്പോൾ വാതിലിന് മുട്ടിയിട്ട് ആ വീട്ടുകാരൻ ചോദിച്ചു, ആരാ വാതിൽ മുട്ടിയവൻ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയുക? ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്ന ആളാണ് എന്ന് പറയും, അല്ലേ? അപ്പം അയാൾ എന്താ പറയുക? അഹ്ലൻ വസഹ്ലൻ, സ്വാഗതം, കടക്കി വരി എന്നൊക്കെ പറയാം നമ്മൾ, തഫല്ലൽ എന്ന് പറയില്ലേ? അതിങ്ങോട്ട് കേൾക്കുമ്പോൾ ആ ചോദിച്ച ആൾക്ക് എന്തുണ്ടാവും? മനസ്സിന് എന്തുണ്ടാവും? ഒരു ഉൻസത്തുണ്ടാവും. നമ്മളിപ്പോൾ ഒരു യാത്ര ചെയ്ത് പിന്നെ ഇവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് മലപ്പുറത്തെത്തി ഒറ്റയായിട്ട് ഇങ്ങനെ വരിക, അല്ലെങ്കിൽ വേറെ സ്ഥലത്തെത്തി പിന്നെ നമ്മൾ ഒറ്റയാനായിട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരാളെ കാണുമ്പോൾ എന്തുണ്ടാവും? നമ്മുടെ മനസ്സിന് എന്തുണ്ടാവും? ഒരു ഉൻസത്തുണ്ടാവും, അല്ലേ? നമ്മൾ അറിയുന്ന ഒരാളെ കാണുമ്പോൾ എന്താ നമുക്ക് ഉണ്ടാവുക? എന്താ നമുക്ക് ഫീൽ ചെയ്യുക? എന്താ ഉണ്ടാവുക? ഒരു ഇണക്കം. ഇതുവരെ ഒറ്റയാനായി ഏകാന്തതയിൽ ഇങ്ങനെ വരുമ്പോൾ എന്നെ സഹായിക്കാൻ ഒരാളെ കൂടി കിട്ടി എന്നുള്ള ആ സന്തോഷവും, എനിക്കൊരു കൂട്ടുകാരനെ കിട്ടി എന്നുള്ള അത് മനസ്സിലുണ്ടാവും. ആ അർത്ഥത്തിൽ നിന്നാണ് അതിൻ്റെ ഫലമായിട്ടാണ് ഇതിൽ വരുന്നത് ഇസ്തിദാൻ എന്ന പദപ്രയോഗം ഉപയോഗിച്ചിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്കിത്? അപ്പം ഈ ആശയം ഏതിലുണ്ട്? ഇസ്തിനാസിലുണ്ട്. മൂന്നാമത്തത് ആ അർത്ഥം പറയാനുള്ള കാരണം, സമ്മതം ചോദിക്കുമ്പോൾ അയാൾ എന്ത് പറയുന്നുണ്ട്? അയാളുടെ പേര് പറയുന്നത് കൊണ്ടാണ്. ആ പേര്
ഒരാൾ വാതിൽ മുട്ടിയിട്ട് ഞാൻ ആരാന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുക? ഫുലാൻ ഇബ്നു ഫുലാൻ എന്ന് നമ്മൾ പറയില്ലേ? ആ പേര് പറയണം എന്നത് കൊണ്ടാണ് ഇസ്തിഇദാൻ. ആ പേര് വിളംബരം ചെയ്യണം, വന്ന ആളുടെ പേര് വിളംബരം ചെയ്യണം എന്ന അർത്ഥത്തിനാണ് എന്ത് പറയുന്നത്? ഇസ്തിഇദാൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ മുഫസ്സിറുകളെയും കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആശയങ്ങൾ അതിന് വിവരിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒന്നുകൂടി പറയണത്, ഈ രണ്ട് കൂട്ടരും അറിയുമ്പോൾ ഉണ്ടാവുന്ന ആ ഇണക്കവും ആ പൊരുത്തവുമാണ് ഇസ്തിനാസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു എന്ത് ഉപയോഗിക്കാതെ ഹത്താ തസ്തഇദിനു എന്ന് ഉപയോഗിക്കാതെ ഹത്താ തസ്തഇനിസു എന്ന പദപ്രയോഗം ഉപയോഗിച്ചത്. സമ്മതം ചോദിക്കുമ്പോൾ നമ്മൾ ആ പിന്നെ വാതിൽ വന്ന് മുട്ടയോ വെല്ലടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അയാൾക്ക് സമ്മതം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മനസ്സിൻ്റെ സന്തോഷമാണ് യഥാർത്ഥത്തിൽ ഇസ്തിനാസി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം അതിൻ്റെ മുമ്പ് എന്ത് വേണം? സമ്മതം ചോദിക്കണം. അതുകൊണ്ട് ആ തഫ്സീറിലൊക്കെ എന്ത് കൊടുത്തത്? സമ്മതം ചോദിക്കുന്നത് വരെ എന്ന് അർത്ഥം കൊടുത്തിട്ടുള്ളൂ. മനസ്സിലായപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കുട്ടൻസ്? അപ്പം അങ്ങനെ ഒരു ആശയം അതിൽ കാണാൻ പറ്റും. പിന്നെ പറയാം വത്തുസല്ലിമു, അതെന്താണ്? സലാം പറയാം. അതിൻ്റെ അർത്ഥം സലാം പറയാന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്സലാമു അലൈക്കും എന്ന് പറയാം. അപ്പോൾ ഇവിടെ ചിലപ്പോൾ നമുക്കൊരു സംശയം വരും. ആദ്യം എന്താ പറയേണ്ടത്? സലാമാണോ പറയേണ്ടത്? അതല്ല ആദ്യം സമ്മതാണോ ചോദിക്കേണ്ടത്? എന്താ ചെയ്യേണ്ടത്? സലാം ആദ്യം പറയണോ അതല്ല സമ്മതം ചോദിക്കണോ? വിശുദ്ധ ഖുർആന്റെ പ്രയോഗം ഒന്നുകൂടി നോക്കാം. യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഇനിസു വതുസല്ലിമുന. ആദ്യം സമ്മതം ചോദിക്കണം, പിന്നെ സലാം പറയണം എന്നാ ഖുർആനിൻ്റെ പ്രയോഗം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം സലാം പറയണോ വേണ്ടത്? അതല്ല ആദ്യം സമ്മതം ചോദിക്കണോ വേണ്ടത്? എന്താ ചെയ്യേണ്ടത്? പ്രബലമായ അഭിപ്രായം ആദ്യം സലാം പറയാണ് വേണ്ടത്. എന്താ തെളിവ് എന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും വലിയ തഫ്സീർ ഏതാ? ഹദീസ്, പ്രവാചകന്റെ ഹദീസ് അല്ലേ? വിശുദ്ധ ഖുർആൻ വിവരിച്ചു തരേണ്ട ആരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിലുള്ളത് എന്താ? അസ്സലാമു ഖബലൽ കലാം എന്നാണ്. അസ്സലാമു ഖബലൽ കലാം. സംസാരം തുടങ്ങുന്നതിന് മുമ്പ് എന്താ വേണ്ടത്? സലാം പറയണം എന്നതാണ്. അതിന് തെളിവ് പറയണം. അന്ന റജുലൻ മിൻ ബനു ആമിറിൽപ്പെട്ട ഒരു മനുഷ്യൻ ഇസ്തഅദന അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ബൈത്തി വഖാൽ അലിജു. അയാൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലായിരിക്കെ അയാൾ നബിയോട് സമ്മതം ചോദിച്ചു. ഞാൻ കടന്നു വരട്ടെ നബിയെ ചോദിച്ചു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഖാദിമി. അപ്പം വീട്ടിൻ്റെ അകത്തുള്ള സർവൻറ്റിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഖ്റുജി ഇലാ ഹാദാ, അയാളുടെ അടുത്തേക്കൊന്ന് പുറത്തു പോയിട്ട് പറയും എന്താ? ഫഅല്ലിംഹുൽ ഇസ്തിഇദാൻ. ഇസ്തിഇദാൻ എങ്ങനെയാണ് പിന്നെ ചോദിക്കേണ്ടതെന്ന് അയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഫഖാല ലഹു. അപ്പം എന്താ ചെയ്യാം? വെല്ലടിക്കും. ആ വെല്ലടി എന്താണ്? ഒരു സമ്മതം ചോദിക്കലല്ലേ ആണ് അല്ലേ? അപ്പോൾ ആൾ കടന്നു വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത്. അപ്പോൾ ഖുർആനിൻ്റെ ആ പ്രയോഗം നോക്കി നിങ്ങൾ. ഖുർആനിൻ്റെ പ്രയോഗം ലാ തദ്ഖുലൂ ബുയൂത അല്ലേ? നിങ്ങളെങ്ങനെ മനസ്സിലാക്കല്? നമ്മളെ നാട്ടിലെ പറയുക. നിങ്ങളെങ്ങനെ പറയാ? ചിലവർ ഈജിപ്തിലൊക്കെ ആണെങ്കിൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, ഇങ്ങനെയുള്ള തസ്ബീഹും തദ്കീറൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ചിലവർ വന്നിട്ട് വാതിലിന് മുട്ടും. ഇന്നിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്നിപ്പോൾ എന്താ? കോളിംഗ് ബെല്ലുണ്ട് ഇല്ലേ? അപ്പോൾ നബിൻ്റെ കാലത്ത് കോളിംഗ് ബെല്ലുണ്ടോ? ഇല്ല. അപ്പോൾ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയുള്ള സമ്മതം ചോദിക്കാനുള്ള ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. അത് എന്ത് ചെയ്യണം? നാം ഉപയോഗിക്കണം. അപ്പം ഇനിയിപ്പോൾ ഒരാൾ ആദ്യം കാണുകയാണെങ്കിൽ ആദ്യം കാണുകയാണെങ്കിൽ സലാം പറയണം. ഇനിയിപ്പോൾ സലാം പറഞ്ഞില്ല, ബെല്ലടിച്ചിട്ടാ സലാം പറഞ്ഞെങ്കിൽ തെറ്റുണ്ടോ? ഇല്ല. അപ്പോൾ ഖുർആനിൻ്റെ പ്രയോഗം ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഇനിസു വതുസല്ലിമു അലാ അഹ്ലിഹ.
ഇനി എത്ര പ്രാവശ്യം സമ്മതം ചോദിക്കണോ? ചിലോലും വെല്ലടിച്ചിട്ട് അങ്ങോട്ട് അല്ലേ, അരമണിക്കൂറൊക്കെ വെല്ലടിക്കണവരൊക്കെ ഉണ്ട് അല്ലേ? അങ്ങനെ കണ്ടില്ല നിങ്ങൾ? ചില പിരിവാരൊക്കെ വന്നാലും റബ്ബേ അടുപ്പൂല, വെല്ലം അങ്ങോട്ട് അടിച്ചിട്ട് ഇറക്കിയിട്ട് കൊണ്ടുവരും. അങ്ങനല്ലേ? അങ്ങനെ പാടുണ്ടോ? പാടില്ല. എത്ര പ്രാവശ്യമേ വെല്ലടിക്കാൻ പാടുള്ളൂ, സമ്മതം ചോദിക്കാൻ പാടുള്ളൂ? ഖുർആനിൽ എത്ര തവണയാണ് പറഞ്ഞത്? ഹത്താ തസ്തനിസു വതുസല്ലു. അത് ഇത്രയെന്ന് പറഞ്ഞണോ? എണ്ണം പറഞ്ഞിട്ടില്ല, തവണ പറഞ്ഞിട്ടില്ല. പിന്നെ തവണ പറഞ്ഞത് എവിടെ എന്നാ മനസ്സിലാവുക? ഖുർആനിൻ്റെ തഫ്സീറായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവരണത്തിൽ അതിലെന്താ പറയുന്നത്? ഒരുപാട് സംഭവം കാണാം. ഒരു സംഭവം എങ്ങനെയാണ്? മഹാനായ അബൂ മൂസൽ അശ്ശരി ഉമർ ഇബ്നുൽ ഖത്താബിനോടുള്ള ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഇമാം ബുഖാരി മുസ്ലിം വിവരിക്കുന്നുണ്ട്. അബു സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാണ്, കുൻതു ജാലിസൻ ഫി മജ്ലിസിൻ മിൻ മജാലിസിൽ അൻസാർ. അൻസാരികളുടെ ഒരു സദസ്സിൽ ഞാനിങ്ങനെ ഇരിക്കേനു. ഫജാ അബൂ മൂസ ഫസിഅൻ. അബൂ മൂസൽ അശ്ശരി പിന്നെ വെപ്രാളപ്പെട്ട് പരിഭ്രാന്തനായി വന്ന് ഫഖുൽനാ ലഹു, ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, മാ അഫ്സാഖ്, എന്താ നിങ്ങളിങ്ങനെ പേടിച്ച് വിറച്ചൊക്കെ വരുന്നത്, പരിഭ്രാന്തനായി വന്ന്? ഫഖാല അമറനി ഉമർ അൻ ആത്തിയഹു ആത്തിത്തു. എന്നോട് ഉമർ റളിയല്ലാഹുവിന് വരാൻ വേണ്ടി പറഞ്ഞതാണ്, അങ്ങനെ ഞാൻ വന്നതാണ്. ഫലം യുദല്ലി, ഞാൻ 3 പ്രാവശ്യം സമ്മതം ചോദിച്ചു, ആരും സമ്മതം കിട്ടിയില്ല. അപ്പം ഞാൻ തിരിച്ചു വന്നു. കാരണം എന്താ അയാൾ പറഞ്ഞത്? അബൂ മൂസൽ അശ്ശരി എന്ന് പറയുന്നത് മഹാനായ പണ്ഡിതനാ, സഹാബത്തിലെ പ്രഗത്ഭനായ പണ്ഡിതനാ, വളരെ സുന്ദരമായ ഈണത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സഹാബിയാണ് ആര്? അബൂ മൂസൽ അശ്ശരി. അബൂ മൂസൽ അശ്ശരി പറയാൻ ഇദസ്തഅ്സന അഹദുക്കും സലാസൻ ഫലം യുഅ്ദൻ ലഹു ഫൽയർജി എന്ന് നബി പറഞ്ഞിട്ടുണ്ടെന്നാ. നിങ്ങളിൽ ഒരാൾ 3 പ്രാവശ്യം സമ്മതം ചോദിച്ചാൽ അയാൾക്ക് സമ്മതം കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? അയാൾ മടങ്ങണം എന്ന് നബി പറഞ്ഞു. അതുകൊണ്ട് ഞാൻ മടങ്ങിയതാണ്. അപ്പോൾ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലതഅ്തിയനി അലാ ഹാദാ ബിൽ ബയ്യിൻ, ഇനി തെളിവ് കൊണ്ടുവരണം, അല്ലെങ്കിൽ ലഉആഖിബന്നക, ഞാൻ നിനക്ക് ശിക്ഷ തരും എന്ന് പറഞ്ഞു. ഫഖാല ഉബയ്യ് ഇബ്നു കഅബ്, കൂട്ടത്തിൽ ഉബയ്യ് ഇബ്നു കഅബ് ഉണ്ടായിന്. ലാ യഖൂമു മഅക ഇല്ലാ അസ്ഗറുൽ ഖൗം. അതുകൊണ്ട് ഇപ്പം ആ കാര്യം പറയാൻ ഞാനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അർഹപ്പെട്ടത്, ഏറ്റവും ചെറുതും ഞാനാണ്, പിന്നെ അതുകൊണ്ട് ഞാൻ തന്നെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നേറ്റെന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം അരുളി ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ അത് വിവരിക്കുന്നുണ്ട്. അപ്പം ആ സംഭവത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? 3 പ്രാവശ്യമേ സമ്മതം ചോദിക്കാവൂ. ഇനി സമ്മതം ചോദിക്കണം, ബെല്ല് അടിച്ച് അപ്പം തന്നെ 2ാമത്തെ അടിച്ച്, അപ്പം തന്നെ 3ാമത്തെ അടിച്ച്, അങ്ങനെയാണോ? അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലവർക്ക്. അപ്പം എത്ര ടൈം, ഡ്യൂറേഷൻ എത്ര വേണം? ഒരു വെല്ലടിച്ച് എത്ര മിനിറ്റ് കാത്തിരിക്കണം? ഒരു അഭിപ്രായം പറഞ്ഞോളി. 2 മിനിറ്റ്. എങ്ങനെ നിങ്ങൾ മിനിറ്റ് കണക്കാക്കിയേ? അതിന് പണ്ഡിതന്മാർ നോക്കിങ്ങൾ ഈ വിഷയം എത്ര ഗഹനമായി ഫുഖഹാക്കൾ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്ക് നിസാരെന്ന് തോന്നിച്ച പല വിഷയങ്ങളും ഫുഖഹാക്കൾ അതിൻ്റെ വേരോട് കൂടി മാന്തി പലതും ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞ് ഒരു 4 റക്കാത്ത് നിസ്കരിക്കണം, അത്ര കാത്തിരിക്കണം എന്നാണ്. 4 റക്കാത്ത്, ഒരു വെല്ലടിച്ചിട്ട് ഒരു സമ്മതം ചോദിക്കൽ കഴിഞ്ഞിട്ട് 4 റക്കാത്ത് അത്ര കാത്തിരിക്കണം. കാരണം എന്താ? ഈ വീട്ടിലുള്ള ആൾ ചിലപ്പോൾ നിസ്കരിക്കാവും അല്ലേ, അയാൾ നിസ്കരിക്കാവും. ഇനിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം അത്ര കാത്തിരുന്നിട്ട് 2ാമത് അടിക്കാവും, അത്ര കാത്തിരുന്നിട്ട് വീണ്ടും അടിക്കാവും എന്നല്ല. അപ്പം നോക്കി നിങ്ങൾ, അപ്പം ആ 3 എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്കാണ്ട് 3 അല്ല. ഇനിയോ 3 കഴിഞ്ഞിട്ട് വരന്നിച്ചിട്ട് കുറേ അടിക്കാൻ പാടുണ്ടോ? അയാളെ ഇൽഹാഹ് ചെയ്യാൻ പാടില്ല എന്നാ, അയാളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അതും അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ നോക്കി നിങ്ങൾ, എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നിങ്ങൾ ഒരു പിന്നെ സമ്മതം ചോദിക്കുക എന്നുള്ളതിലെ ഹിക്മത്ത് എന്താ? എന്തിനാണ് നമ്മൾ സമ്മതം ചോദിക്കണത്? സമ്മതം ചോദിക്കാതെ ഞാൻ കുത്തിക്കയറി അടിച്ചെന്ന് അല്ലേ, എൻ്റെ എളാപ്പാൻ്റെ വീടല്ലേ, അല്ലെങ്കിൽ എൻ്റെ അമ്മോൻ്റെ പെരയല്ലേ, ഞാൻ കുത്തിക്കയറി അടിച്ചെന്ന്, നമ്മളൊക്കെ അങ്ങനെ പോലെ എന്താ ഉണ്ടാവുക? എന്താ അവിടെ സംഭവിക്കുക? എന്താ ഉണ്ടാവുക? ഒന്നത് കാണാൻ പറ്റാത്ത, അതിലാറപ്പുറം മറ്റൊരു കാര്യം പഠിപ്പിക്കും. എന്താണത്? നമ്മളെ വീട്ടിലേക്ക് ഒരാൾ വന്നു, പെട്ടെന്ന് വന്നു, നമ്മളയാളെ അറിയും, പക്ഷെ പെട്ടെന്ന് അയാളോട് കയറി വരുമ്പോൾ എന്താ ഉണ്ടാവുക?
ആ വീട്ടിൻ്റെ നിർഭയത്വത്തിന് ചിലപ്പോൾ ഭംഗം പറ്റി ചിലപ്പോൾ മരണം വരെ സംഭവിക്കും. പെട്ടെന്ന് ഇപ്പം ഞാൻ പിന്നെ നിങ്ങളെന്താ പറയല്ലേ, ഗൾഫിൽ നിന്ന് ഭർത്താവ് എന്തായിട്ട് വരിക എന്ന് പറഞ്ഞാൽ സർപ്രൈസ്, മരണം സംഭവിച്ചിട്ടുണ്ട് കണ്ടങ്ങൾ വരരുത്. വിശുദ്ധ ഖുർആനിൻ്റെ ആ ഹുക്മ് നോക്കി നിങ്ങൾ ആ ആഹ്വാനം അങ്ങനെ പോകാൻ പാടില്ല. നമ്മൾ വിചാരിക്കും സർപ്രൈസ് ആക്കാൻ പോയതെന്ന്, എന്ത് ഭയങ്കര ഡേഞ്ചറാ, പിന്നെ ഭാര്യനെ കാണൂല, മണ്ണിൻ്റെ ഉള്ളിൽ പോകും അല്ലേ. ആലോചിച്ച് നോക്കും നിങ്ങൾ, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് നിങ്ങളൊരു വീട്ടിലേക്കായിട്ട് കടന്നു തരാൻ പോലെ, കാരണം അവിടുത്തെ നിർഭയത്വം നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഒരു പക്ഷേ ഇങ്ങനെ വരുമ്പോൾ പേടി പിടികൂടി പലതും ചിലപ്പോൾ നഷ്ടപ്പെടാനൊക്കെ കാരണമുണ്ട്. ഇനി അങ്ങനെ അത് കടന്നു ചെന്നാൽ ചിലപ്പം വലിയ കള്ളനാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പലതും സംഭവിച്ച തിരിച്ചടിയൊക്കെ കിട്ടും കത്തിനോടൊക്കെ അല്ലേ, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ നമുക്ക് നിസാരം എന്ന് തോന്നുന്ന ഈ ഒരു കൽപ്പന, ഈ ഒരു ഹുക്മ്, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂത്തിക്കും ഹത്താ തസ്തഇനിസു എന്ന വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പന എത്ര അർത്ഥവത്താണ്. ഏത് മേഖലയിലൂടെ നോക്കുമ്പോഴും അതിനൊരുപാട് അർത്ഥമുണ്ട് അല്ലേ. അപ്പോൾ വീട്ടിലേക്ക് ചാടിയത് കടക്കാൻ പാടില്ല. ഇനി അവിടെ കടന്നാൽ ചിലപ്പം ആ വീട്ടിൻ്റെ ഉടമസ്ഥനും അയാളുടെ ഭാര്യയായിട്ട് ചിലപ്പം വിരിപ്പിലാകും, അങ്ങനെ ഉണ്ടാവാം. അറിയാതെ ആ കണ്ണ് അങ്ങോട്ട് പിന്നെ പോകാം. ഇനി അതൊന്നുമല്ല, സാമൂഹികമായ മറ്റേതെങ്കിലുമൊക്കെ അന്തരീക്ഷത്തിന് തടസ്സം വന്നേക്കാം, അങ്ങനെയൊക്കെ ഉണ്ടാകും എന്നുള്ള. അപ്പം ഒരു ചോദ്യം വരും, എൻ്റെ ഉമ്മയല്ലേ അല്ലേ, എൻ്റെ എളാമല്ലേ, എൻ്റെ മൂത്തമ്മയല്ലേ, എൻ്റെ അമ്മായിയല്ലേ, അവിടെ കടന്നു വന്നൂടെ, മഹറമല്ലേ ഓലൊക്കെ, അവരോട് ഇപ്പോൾ സമ്മതം ചോദിക്കണോ എന്ന് നമുക്ക് സംശയം തോന്നും അല്ലേ. ഞാൻ ഇപ്പം എൻ്റെ ഉമ്മ എല്ലായിടത്തേക്ക്, അല്ലെങ്കിൽ എൻ്റെ എളാമ, എൻ്റെ മൂത്തമ്മ, നിങ്ങളെന്താ പറയില്ല, അമ്മായിയൊക്കെ അല്ലേ, അങ്ങനെയൊക്കെ ആകുമ്പോൾ ഓലൊക്കെ മഹറമല്ലേ, ഓലെടുത്തേക്ക് ഇപ്പം അങ്ങനെ അവിടെ കടന്നു നിന്നൂടെ, സലാം പറഞ്ഞ അവിടെ കടന്നു നിന്നാൽ പോരെ എന്നൊക്കെ ചോദിക്കും, നമ്മൾക്ക് സംശയം വരും. അപ്പം ഇവിടെയും ഇസ്ലാം പഠിപ്പിക്കണം എന്താ, ഒരു സംഭവം കാണാം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ മുവത്ത എന്ന ഗ്രന്ഥത്തിൽ ഒന്നാമത്തെ ഹദീസ് ഗ്രന്ഥം ഏതാ, ഇമാം മാലിക്കിൻ്റെ മുവത്ത. ആ മുവത്തയിൽ പറയേണ്ടത് എന്ത്, പിന്നെ അന്ന റജുലൻ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അസ്തഗ്ദിനു അലാ ഉമ്മി, ഞാൻ എൻ്റെ ഉമ്മൻ്റെ അടുത്തേക്ക് കടന്നല്ല നബിയെ സമ്മതം ചോദിക്കണോ? ഖാല, നബി പറഞ്ഞു, നഅം, അതെ. ഖാല, അപ്പോൾ അയാൾ വീണ്ടും ചോദിക്കുക, ഇന്നഹാ ലൈസ ലഹാ ഖാദിമുൻ ഖൈരി, ആ ഉമ്മക്ക് സേവനം ചെയ്യാൻ മകനായ ഞാനല്ലാതെ മറ്റാരും ഇല്ല നബിയെ. അഫ അസ്തഗ്ദിനു അലൈഹ കുല്ലമാ ദഖൽതു, ഞാൻ കടക്കുമ്പോഴൊക്കെ അപ്പോഴൊക്കെ ഞാൻ സമ്മതം ചോദിക്കണോ? ഖാല അതുഹിബ്ബു, നബി അപ്പം എന്താ പറഞ്ഞത്, അതുഹിബ്ബു അൻ തറാ ഉരിയാന, നഗ്നമായിട്ട് ആ പിന്നെ ഉമ്മയെ കാണാൻ നീ ഇഷ്ടപ്പെടുന്നോന്നാ അല്ലേ, നഗ്നമായിട്ട് ആ ഉമ്മയെ കാണാൻ നീ താല്പര്യപ്പെടുന്നോ? ഖാല റജുലു ല, അപ്പം ആ മനുഷ്യൻ പറഞ്ഞു, എന്ത്, ആ കുട്ടി പറഞ്ഞു, ഇല്ല നബിയെ. ഖാല ഫസ്തഇദിൻ അലൈഹ, അപ്പം നബി പഠിപ്പിക്കണത് ആ ഉമ്മയോട് പോലും എന്ത് വേണം, സമ്മതം മഹറമാണെങ്കിലും, പക്ഷേ മഹറമാണെങ്കിലും എന്ത് വേണം, സമ്മതം ചോദിക്കണം എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി സമ്മതം ചോദിക്കൽ നിർബന്ധമാണ്. സലാം പറയലോ, ഒരാളിപ്പോൾ സമ്മതം ചോദിച്ച് കടന്നു, സലാം പറഞ്ഞില്ല, മറന്നുപോയി, അല്ലെങ്കിൽ അങ്ങനെ, അത് എന്താ, സമ്മതം ചോദിക്കൽ നിർബന്ധവും മറ്റതെന്താണ്, സുന്നത്തുമാണ് എന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ. എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്യുന്നത്, രണ്ടും വേണം എന്ന് പറഞ്ഞവരും ഉണ്ട്. കാരണം എന്താ, നബി എന്താ പറഞ്ഞത്, സമ്മതം ചോദിക്കുക എന്നുള്ളത് നഗ്നമായ മനുഷ്യരുടെ ഭാഗം, അല്ലെങ്കിൽ വീടിനുണ്ടാവും ചിലപ്പോൾ നഗ്നമായ ഭാഗം, മനുഷ്യർ മാത്രമല്ല, നമ്മളെ വീട്ടിൽ ചിലപ്പം കടന്നു വരുന്നവർ കാണാൻ പറ്റാത്ത ഔറത്ത് പോലുള്ള പലതും ഉണ്ടാവും അല്ലേ, മനുഷ്യരാവണമെന്നില്ല. അത് കാണാതിരിക്കാനും നഗ്നമായ മനുഷ്യരുടെ ഭാഗങ്ങൾ കാണാതിരിക്കാനും ആണ് ഇത് സമ്മതം ചോദിക്കൽ. എന്നാൽ സലാമോ, സലാം എന്തിനാ, പരസ്പരം സ്നേഹം അതേപോലെ മവദ്ദത്തും മഹബത്തും ഉണ്ടാക്കാനാണ് എന്ത് പറഞ്ഞത്, എന്താ നബി പറഞ്ഞത്, അലാ അതുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമു, ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, നിങ്ങൾ ചെയ്താൽ തഹാബബ്തും, നിങ്ങൾക്കിടയിൽ എന്തുണ്ടാവും, പരസ്പര സ്നേഹം ഉണ്ടാവും, ഹബ്ബുണ്ടാവും. എന്നിട്ട് നബി എന്താ പറഞ്ഞു കൊടുത്തത്, അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങളുടെ ഇടയിൽ സലാം പ്രചരിപ്പിക്കുന്നത്. അപ്പം സലാം പിന്നെ ഇതാക്കിയതിലുള്ള യുക്തി എന്താണ്,
പരസ്പര സ്നേഹവും മവദ്ദത്തും ഉണ്ടാവും. എന്നാൽ ഇസ്തിദാൻ അതല്ല, സമ്മതം ചോദിക്കാൻ അങ്ങനെയല്ല. അത് നിങ്ങളുടെ കണ്ണിനെ സൂക്ഷിക്കാനും നിങ്ങൾക്ക് എല്ലാ നിലക്കും നിങ്ങൾക്കുള്ള നിർഭയത്വം, ആ ഭയപ്പാടിൻ്റെ അവസ്ഥ നീക്കാനുമൊക്കെയാണ് ഇസ്തിദാൻ അല്ലാഹു തആല നിർബന്ധമാക്കിയിട്ടുള്ളത്. ഇനി ഒരാൾ സമ്മതം ചോദിക്കുമ്പോൾ എന്താ, നമ്മളിപ്പോൾ വെല്ലടിച്ച്, ഇതിപ്പോൾ വീടാ, ഇത് ഗേറ്റാണ്, ആ ഗേറ്റിൻ്റെ നേരെ എങ്ങനെയൊക്കെയാണോ വേണ്ടത്, എന്താ ചെയ്യേണ്ടത്? ഒന്നിക്ക വലത് അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക, ഇടതിലേക്ക് മാറി നിൽക്കണം. ആ സമ്മതം ചോദിക്കുന്ന ആൾ, ആ സന്ദർശിക്കുന്ന ആൾ എന്ത് ചെയ്യാൻ പാടില്ല, നേരെ ഡയറക്റ്റായിട്ട് നിൽക്കാൻ പാടില്ല എന്ന്. എന്തുകൊണ്ടാണത്? എന്താ അങ്ങനെ മുഖാമുഖം നിന്നാൽ എന്താ, ചിലപ്പോൾ കാണാൻ പറ്റാത്ത ചില ഭാഗങ്ങളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ നിൽക്കാൻ പാടുള്ളതല്ല. ഇനി പിന്നെ പെണ്ണുങ്ങൾ വന്നാലും അല്ലെങ്കിൽ കണ്ണൊട്ടന്മാരൊക്കെ വന്നാൽ സമ്മതം ചോദിക്കണോ? ഓലിപ്പോൾ കാണുന്നില്ലല്ലോ, ഓല് കാണൂലല്ലോ, അപ്പം സമ്മതം ചോദിക്കണോ ചോദിക്കണ്ടേ? നിങ്ങളുടെ അഭിപ്രായം എന്താ? കണ്ണുവട്ടം വന്നാലും എന്തു ചെയ്യണം? അന്ധനായ ആൾ വന്നാലും ചോദിക്കണം. കാരണം നമ്മളിപ്പോൾ എല്ലാ സംഗതിയും കണ്ണുകൊണ്ട് കണ്ടിട്ട് ഔറത്ത് എന്ന് പറയാ അല്ല. ചില സംഗതി കേൾക്കുമ്പോഴും എന്തുണ്ടാവും, ഔറത്തിൻ്റെ ഭാഗം കേൾക്കും നമ്മൾ. എങ്ങനെയാണത്? നമുക്ക് കാണാൻ പറ്റാത്ത, ചിലപ്പം ആ വീട്ടിൽ ചിലപ്പം എന്തുണ്ടാവും, ഭാര്യയും ഭർത്താവും ചിലപ്പം പല സീക്രസികളും രഹസ്യങ്ങളും ഒക്കെ പറയുണ്ടാവും അല്ലേ? അപ്പം അത് കേൾക്കും, അത് നമുക്ക് കേൾക്കാൻ പറ്റാത്തതാവും. അപ്പം അങ്ങനെ, അല്ലെങ്കിൽ ഓല് തമ്മിൽ കച്ചറ കൂടി ഉണ്ടാവും. ഭാര്യയും ഭർത്താവും എന്നുള്ള കച്ചറ വരുന്നവനെ അറിയിക്കാൻ പാടുണ്ടോ? അറിയാമെന്നില്ല, രണ്ടാളും ഇഷ്ടപ്പെടൂല. ഉണ്ടാവോ? ഭാര്യയും ഭർത്താവും കച്ചറ ഉണ്ടാവും ഉറപ്പാ. എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാന്തി കൊണ്ടിരിക്കും. നിങ്ങളെങ്ങനെ? ഗൾഫ് ഭാര്യമാർ ഒരു മാസമൊക്കെ ഓക്കെ ആവും. 2 മാസം 3 മാസം കഴിയുമ്പോൾ തുടങ്ങും ചെറിയ ചെറിയ മാന്തൽ. നിങ്ങൾക്കൊന്നും അത് പറഞ്ഞാലും മനസ്സിലാവില്ലേ? ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കണ്ടേ അല്ലേ? അപ്പം അതുണ്ടാവും, അത് മനുഷ്യ സഹജമാണ്. അത് വരുന്ന നിങ്ങളെ അറിയിക്കാൻ പാടുണ്ടോ? എൻ്റെ വീട്ടിലേക്ക് വരുന്ന നിങ്ങളെ അറിയിക്കാൻ പാടുണ്ടോ? ഇല്ല, രണ്ടാളും ഇഷ്ടപ്പെടില്ല അറിയിക്കാൻ. അതാണ് ഔറത്ത് അറിയുന്നത്. അപ്പം കേട്ടുകൊണ്ടും എന്ത് വരും അതുകൊണ്ട് ആ കണ്ണുവെട്ടൻ എന്ത് ചെയ്യാൻ പാടില്ല, ഓനും സമ്മതം ചോദിക്കണം. ഓൻ എന്നെ കാണുന്നില്ലല്ലോ, എൻ്റെ ഭാര്യനെ കാണുന്നില്ലല്ലോ എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കേട്ടാലും കേൾക്കാൻ മാത്രമേ കഴിയുള്ളെങ്കിലും പിന്നെ എന്ത് ചെയ്യണം, സമ്മതം ചെയ്യും. അപ്പം യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതിക്കും ഹത്താ തസ്തഇനിസു വതുസല്ലിമു അലാ അഹ്ലിയ. ഇനി ഒരു ചോദ്യം, ചെറിയ പിഞ്ചു കുട്ടികളൊക്കെ ഉണ്ടാവൂലേ അല്ലേ? അവരുടെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അവരടുത്തേക്ക് നിങ്ങൾ സമ്മതം ചോദിക്കണോ ചെയ്യേണ്ട? നബിയുടെ റൂമിലേക്ക് ഇങ്ങനെ എത്തി നോക്കി. അപ്പോൾ നബിൻ്റെ കയ്യിൽ എന്തുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിദ്റ എന്ന് പറഞ്ഞാൽ ഒരു ഇരുമ്പിൻ്റെ